ഈ കുട്ടിയുടെ ഹൈറ്റിന് ഒന്നാക്കി കൊടുക്കോ? നിന്റെ ഫേസിന് വെയിറ്റ് കൂട്ടണ കൂടുതൽ നമ്മളെ കൊല്ലാൻ കൊണ്ടപ്പോ മനസ്സിലാ. ഇവക്ക് പിന്നെ നിന്നോട് അങ്ങനത്തെ ഇതൊന്നുമില്ല, അതുകൊണ്ട് നിന്നോട് എടുത്തോന്ന് അറിയുന്നു. 200 കിലോന് ഇവള് എടുപ്പിക്കും. ഇതൊക്കെ സിമ്പിളാ. നോട്ടെ മസിൽ കൂടിയാ ഇങ്ങനെ പിടിച്ചേ. ഇതെന്തത്? ചക്ക. തിരിച്ചു പറയടാ, നിന്നെ ചക്ക എന്ന് പറഞ്ഞോള്. തിരിച്ചു പറ, തിരിച്ചു പറ. റാംബോ അയ്യേ ഞാനല്ലേ അങ്ങോട്ട് പറ. മൂക്കിന്റെ നേരെ ആക്കണം. പൊക്കണം. ഈ കുള്ളന്മാർ കളിച്ച ഹൈറ്റിൽ എനിക്ക് കളിക്കാൻ കഴിയും. ഇതാണ് പ്രശ്നം. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് വിളിച്ചു പറയണ്ട. ഇവരൊന്നും കേട്ടാ എന്താ വിചാരിക്കുക? എടുത്തു ആയാലും മതി, അത് മതി. ഫേമസ് യൂട്യൂബർ നടുവിളക്കി. എന്താ മോളെ? ഒന്നുമില്ല മോനെ. 1-2 അടി അടിക്കട്ടാ, പിന്നെ അടിക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. ഓക്കെ. അപ്പൊ തൊപ്പി രാത്രി ഒന്നും അധികം ഉറങ്ങാറില്ലല്ലോ, അപ്പൊ ഹെൽത്ത് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പണ്ട് മുതൽ തന്നെ നമ്മൾ ഗെയിമേഴ്സ് രാത്രി ഉറങ്ങൂല പൊതുവെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാർ രാത്രി ഉറങ്ങൽ കുറവായിരിക്കും. രാവിലെ അല്ലെങ്കിൽ ഒരു 5 മണിക്ക് പുലർച്ചെ ഒരു 5 മണി 4 മണി ആ സമയത്തായിരിക്കും ഗെയിമേഴ്സ് പൊതുവെ ഉറങ്ങുക. എന്നിട്ടൊരു ഉച്ചക്ക് എണീക്കും. അതാണൊരു പ്രോപ്പർ സൈക്കിൾ നമുക്ക്. അല്ല നമുക്കാ, നീയില്ല, സോറി. യുവന്മാരങ്ങനത്തെ ടീമല്ല. അപ്പൊ ഹെൽത്തിന് നമുക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. എല്ലാവരും പറയും അങ്ങനെ രാത്രി പ്രോപ്പർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതുവരെ എന്തിനു ടെസ്റ്റ് അല്ല, പൊതുവെ ഒരു ബോഡി ചെക്കപ്പ് എന്തെങ്കിലും? അല്ല, എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടതൊന്നും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണോ? ഫസ്റ്റ് ഡേ ഇത്ര മതിയില്ലേ? മതി. ഫസ്റ്റ് ദിവസം കുറെ ചെയ്യാൻ പറ്റില്ല. മേല് വേദന എടുക്കും. നാളെ ഉറങ്ങി എണീക്കുമ്പോൾ മേല് വേദന എടുക്കും. അപ്പൊ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ ജിം സെഷൻ. ഇനി നമ്മളെ ഡേവിഡ് തൊപ്പിയിലെ 2ാമത്തെ സെഷൻ. അല്ല, ഇതിപ്പോ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ആഡ് ചെയ്തതാണ്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം തൊപ്പി കാണും. പുതിയ ട്രിക്ക് അതൊക്കെ പ്രീ വർക്ക്ഔട്ട് ആയിട്ടാ കഴിക്കണ്ടേ? പഴമൊക്കെ, പഴവും പീനട്ട് ബട്ടറും. അപ്പൊ ജിമ്മ് കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് സെഷനിലേക്കാണ്. നമ്മളെ ആവേശമായാലും എല്ലാത്തിനും നമ്മള് പണ്ട് പുറത്തുനിന്നാണ് കഴിച്ചോണ്ടിരുന്നത്. പിന്നെ നമ്മളെ കുക്ക് വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് തന്നെ കുക്ക് നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും നമ്മൾ. ജാസി, നമുക്ക് ജാസിന്റെ ഫുഡ് പോയിട്ട് കഴിക്കാം. ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേര് നോക്കിയാ, ഇതാണ് നമ്മളെ നാട്. ഇതാണ് മാവ്. ഉനമ്മാവ്. കൂനിട്ടുള്ള ഒരു മാവാ. ഉനമ്മാവ് എന്ന് പറയുമ്പോൾ ഷെമീറിന്റെ മുഖം ഓർമ്മ വരുന്നത്. എല്ലാം കഴുകാൻ മച്ചാനെ.
സ്വന്തം വീട് വില ഉണ്ടോ അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണല്ലേ. ഇതെന്താ ഞാൻ ഒരു കാര്യം കേൾക്കട്ടെ, നിങ്ങൾ എന്താ ആരാന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്ന പോലെ ഇതെന്താ രണ്ട് ക്യാമറ ഇവിടെ ആഡ് ആയിരുന്നേ ഉള്ളൂ, ഇവിടെ വേറെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെന്തോ വേറെ ഏതോ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്ന പോലെ ഇവരെല്ലാം പെരുമാറുന്നത്. എന്തോ എന്താ പറ്റിയേ? എല്ലാവർക്കും എന്താ പറ്റിയേ? എല്ലാരും പൊതുവെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണ്? പൊതുവെ എന്ത് ഇത് ക്യാമറ കണ്ടോണ്ടാണ് ഈ ജാസി എന്ന് പറയുന്ന ഈ നാറി ക്യാമറ കണ്ടോണ്ടാണ് ഈ ബ്രെഡും സ്റ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് ഇറക്കിയേ. ഇവൻ പരിപ്പും ആകണ്ടാക്കാറുണ്ട്, മീൻകറിയും പരിപ്പും അറിയാതെ ഇവര് നമ്മളെ തീറ്റിക്കല്. ഈ നാടൻ കേട്ടവര് ഇതുവരെ നമുക്ക് സാധാരണ നമുക്ക് എന്താണ് ഉണ്ടാക്കി തരില്ലേ, ഇഡ്ഡലി ചട്ടണി മസാല ദോശ ഇവൻ ഉണ്ടാക്കാറില്ല. ഇവൻ ദോശ ഉണ്ടാക്കും, ഇതിനൊരു സാമ്പാർ ഉണ്ടാക്കും, രണ്ടും കൂടി ചുരുട്ടി പിടിച്ചോ എന്നിട്ട് മസാല ദോശ അല്ല സ്റ്റൂ നമ്മൾ ഉണ്ടാക്കിയില്ലേ മോനെ പെട്ടെന്ന് വന്നോ ചവിട്ടി കയറ്റിക്കോ പെട്ടെന്ന്. സോറി വേറെ പ്ലേറ്റിൽ ഇതില്ല കറി വേറെ നമുക്ക് കൊറേ വേണ്ടി വരും സാധാരണ. ഈ ദാമു വേറെ ദാമു മോനെ കറിയെല്ലാം വേറെ ഉണ്ട്. ദാമു മതിയോ? കുറച്ച് ഗ്രേവി നീ ഇതെടുക്ക ഫ്ലാസ്ക് ഇതെടുക്ക കഴിച്ചോക്ക് ജാസിയുടെ കറിയൊക്കെ ഫുഡ് എങ്ങനെ ഉണ്ടോ? ഫുഡ് വേറെ ലെവല. ആണോ? ഞാൻ വിളമ്പി തരാം മോനെ. സാധാരണ ഉണ്ടാക്കുന്ന ഇത് തട്ടുള്ളേ ആ ദോശ, എന്തുകൊണ്ട് ആ സാമ്പാറും ആ ആ മീൻകറിയും ആ ആ ചപ്പാത്തി അതെല്ലാം ഉണ്ടാക്കിയാ പോലെ. ഇവന് എന്തിനാന്ന് വലിയ ക്യാമറയുടെ മുന്നിൽ മാസ് കാണിക്കാൻ വേണ്ടി എനക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാം. നല്ല ടേസ്റ്റ്. ഇല്ലേ അത് മതി. ആ കൊഴപ്പല്ല, പക്ഷെ നിന്റെ മറ്റേന്റെ അത്ര ടേസ്റ്റ് മോനെ. തൊപ്പി എന്തെങ്കിലും വിയേർഡ് ഫുഡ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? വിയേർഡോ? വിയേർഡല്ല, എനിക്ക് പോർക്ക് ട്രൈ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. മെയിൻ സാറാമാന്നല്ലോ നമുക്ക്. നീ മുസ്ലിം അല്ലേ? ആ നമുക്ക് ഞാൻ മറന്നു വന്നത്, സോറി. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കുറെ ആൾക്കാർ ടേസ്റ്റിനെ കുറിച്ച് ഭയങ്കര പൊക്കി പറയുന്ന സംഭവമാണ് ഈ പോർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. തൊപ്പി കുക്ക് ചെയ്യാറുണ്ടോ? ആ ഞാൻ ജാസിന്റെ കൂടെ അടക്കം കൂടും. രാത്രി വിശന്ന ഒരു 4 മണിയെല്ലാം ഫുഡ് നോർമലി നേരത്തെ കഴിച്ച് രാത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോ ഓൾറെഡി എടുത്ത് വരും. ഞാൻ ചായ കുടിക്കാറില്ല. കുടിച്ചോ. നല്ല കട്ടൻ. എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കാറ്? ഞാൻ വെലിങ്ങനൊന്നും കറികളൊന്നും ഉണ്ടാക്കൂല, ഓംലേറ്റും സാധനങ്ങളും അങ്ങനെ. കാറ് കഴുകാൻ റെഡി ആയിട്ടുള്ള ആളാരാം ഇവിടെ. കാറ് കഴുകാറ് എന്റെ ഒരു അഭിപ്രായത്തില് മമ്മു കഴുകണോന്നാണ്. എപ്പോഴും മമ്മ കഴുകില്ല, നമ്മളെപ്പോഴും കഴുകാറ്. ഞങ്ങൾക്ക് കുറച്ച് ഞാൻ കഴിമട്ടാൻ കുഴപ്പമില്ല. ഞാൻ കഴിമട്ടോ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരവില്ല. ആ